നമുക്ക് സേതുവിന്റെ പല്ലവിയുടെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ. അപ്പൊ ഇന്ന് സേതുവിന്റെ പല്ലവിയുടെയും കിരണിന്റെയും കല്യാണിയുടെ ഒന്നും വിശേഷങ്ങൾ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. എന്താണെങ്കിലും വൈകുന്നേരം മുതൽ കൃത്യസമയത്ത് തന്നെ വീഡിയോസും കാര്യങ്ങളൊക്കെ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യാവേ. അങ്ങനെ നാളത്തെ കഥയും നമ്മൾ കാണുന്ന ഒടുവിൽ സേതുവും പല്ലവിയും കൂടെ കുടുംബക്ഷേത്രത്തിലേക്ക് പോകുന്നുണ്ട്. കുടുംബക്ഷേത്രത്തിൽ പോയി കുറച്ച് പൂജകളും വഴിപാടുകളും ഒക്കെ നടത്തണമെന്നുണ്ടായിരുന്നു. അപ്പൊ കുടുംബത്തിലുള്ള ആൾക്കാർ ചെല്ലണമല്ലോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് സേതുവും പല്ലവിയും കൂടെയാണ് ക്ഷേത്രത്തിലേക്ക് പോകുന്നത്. അങ്ങനെ അവർ ക്ഷേത്രത്തിൽ പോയി വഴിപാടുകളും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട്. ഈ സമയത്ത് ഇന്ദ്രൻ ചില പ്ലാനുകളൊക്കെ നടത്തി. തന്റെ പ്ലാനുകളൊക്കെ പ്രതാപനോട് പറഞ്ഞു. ഇന്നത്തോടു കൂടിയിട്ട് ചില കാര്യങ്ങളൊക്കെ ഞാൻ തീരുമാനിക്കാൻ പോവാ പ്രതാപ, നീ കണ്ടോ? എന്താ ഇന്ദ്രൻ എന്തൊക്കെയോ മനസ്സിൽ കണ്ടിട്ടുണ്ടെന്ന് തോന്നല്ലോ. അതെ, ഞാൻ ചില കാര്യങ്ങളൊക്കെ മനസ്സിൽ കണ്ടിട്ടുണ്ട്. എന്താന്ന് വെച്ചാലുണ്ടല്ലോ, സേതുവും പല്ലവി അവിടെ ഇല്ല. അവര് ക്ഷേത്രത്തിലേക്ക് പോവല്ലേ. ക്ഷേത്രത്തിൽ പോയിട്ട് വരാനായിട്ട് വൈകും. ക്ഷേത്രത്തിൽ പോയി ഇവിടെ വന്നതിന് ശേഷമല്ലേ അങ്ങോട്ടേക്ക് വരത്തുള്ളൂ. സേതു ഇപ്പൊ താമസിക്കുന്ന വീട്ടിലേക്ക്. ആ സമയം അവിടെ ലക്ഷ്മി എന്ന് പറയുന്ന ആ സ്ത്രീ തന്നെയല്ലേ ഉള്ളൂ. സേതുവിന്റെ അമ്മ അവർക്കൊട്ടൊരു പണി കൊടുക്കാൻ തീരുമാനിച്ചു. അത് സേതുവിന്റെ തലയിലേക്ക് ഞാൻ കെട്ടിവെക്കുകയും ചെയ്യും. ഇത് കേട്ടപ്പോ പ്രതാപം ഞെട്ടി. ദേ ഇന്ദിര, അപകടമാണ്. അപകടമോ? എങ്ങനെയാടോ? ഞാൻ ചെയ്തേന്ന് ഒരു തെളിവ് അവസാനിപ്പിക്കാതെ ഞാൻ അങ്ങോട്ട് തീർക്കാൻ പോന്നേ. ഈ ഇന്ദ്രൻ ആരാന്ന് കാണിക്കാൻ പോകുന്നുള്ളൂ. അങ്ങനെയൊക്കെ ചില പ്ലാനുകളൊക്കെ നടത്തിയിട്ടാണ് ഇന്ദ്രൻ അങ്ങോട്ട് പോകുന്നത്. പ്രതാപൻ ആകെപ്പാട് ടെൻഷനായി. എന്താ എങ്ങനെയാന്നും അറിയത്തില്ല. ചിലപ്പോ അങ്ങനെയൊന്നും ചെയ്യത്തില്ലായിരിക്കും എന്നൊരു ചിന്ത പ്രതാപന്റെ ഉള്ളിലുണ്ട്. ഇനിയിപ്പൊ അങ്ങനെ ചെയ്യുവോ എന്നൊരു പേടിയുണ്ടായിരുന്നു. ഈ സമയം സേതുവും പല്ലവിയും പൂജകളൊക്കെ കഴിഞ്ഞ് പ്രസാദമൊക്കെ വാങ്ങുകയാണ്. അപ്പൊ ഈ പ്രാർത്ഥിക്കണ സമയത്ത് സേതുവിന്റെ പല്ലവിയുടെ മനസ്സിലാണെങ്കിൽ ലക്ഷ്മി അമ്മയും പൂർണ്ണമ്മയും ഒക്കെ ഉണ്ടായിരുന്നു. രണ്ടമ്മമാർക്കും വേണ്ടിയിട്ട് മനോരി പ്രാർത്ഥിക്കുന്നുണ്ട്. അത് മാത്രമല്ല, ലക്ഷ്മി അമ്മയ്ക്ക് ഇപ്പോൾ ഉള്ള പ്രശ്നങ്ങളൊക്കെ മാറി വീണ്ടും പഴയതുപടി തന്നെ ആവണം, അമ്മയുടെ വിഷമങ്ങളൊക്കെ മാറണമെന്ന് പല്ലവി ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ പ്രസാദമൊക്കെ വാങ്ങി പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങുമ്പോഴത്തേനും പെട്ടെന്ന് സേതു തട്ടി വീഴാണ്ട് തുടങ്ങുകയാണ്. സേതുവിന്റെ കയ്യിലിരുന്ന പ്രസാദം എല്ലാം കൂടെ താഴേക്ക് പോയി. ഒരു നിമിഷം പല്ലവി സേതുവിനെ കയറി പിടിച്ചു. സേതുവിന് ആകെപ്പാടെ വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നി. പ്രസാദം താഴെ പോയി കയ്യിലിരുന്നേ എന്തോ ഒരു ദുശാകനം പോലെ തോന്നുവാണ്. പെട്ടെന്ന് പല്ലവി പ്രസാദം എടുത്തു. ഈ സമയം സേതു പറഞ്ഞു, എന്താ പല്ലവി, എന്തോ പോലെ എനിക്ക് തോന്നുന്നുണ്ടല്ലോ എന്ന് പറയണേ. എന്താ സേതുവേട്ടാ? അല്ല, എന്തോ ആപത്ത് വരാൻ പോകുന്ന പോലെ. കണ്ടില്ലേ പ്രസാദം താഴെ പോയത് കണ്ടോ? അതൊന്നുമില്ല, അമ്മയുടെ പേരില് നമ്മൾ കഴിപ്പിച്ച അർച്ചനയുടെ പ്രസാദമല്ലേ താഴെ പോയിരിക്കുന്നേ. എന്തോ ഒരു അപകടം വരാൻ പോകുന്ന പോലെ എന്റെ മനസ്സിലിരുന്ന് ആരോ പറയുന്നു. അത് സേതുവേട്ടന് വെറുതെ തോന്നാ, പ്രസാദം താഴെ പോയതുകൊണ്ട് തോന്നാന്ന് പറഞ്ഞു. പക്ഷെ സേതുവിന് ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ക്ഷേത്രത്തിൽ പോയി പൂജകൾ നടത്തുന്ന കൂട്ടത്തില് ലക്ഷ്മി അമ്മയ്ക്ക് വേണ്ടിയിട്ടും പൂജകളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു സേതുവും പല്ലവി. അങ്ങനെ അവര് വീട്ടിലേക്ക് തിരികെ വരുവാണ്. തിരികെ വന്ന് പൂർണിമയും സേതുവും പല്ലവിയൊക്കെ സംസാരിക്കുന്ന സമയത്ത് പൂർണിമ പറഞ്ഞു, എന്താണെന്ന് അറിയില്ല സേതു, എനിക്കെന്തോ മനസ്സിന് നല്ല സുഖം തോന്നില്ലെന്ന് പറയണം. അത് കേട്ടപ്പോ സേതു ചോദിച്ചു, എന്താ അമ്മേ, എന്താ കാര്യം എന്ന് ചോദിച്ചാൽ എനിക്ക് പറയാൻ അറിയത്തില്ല. എന്തോ ഒരു വയ്യായ്ക വരാൻ പോകുന്ന ഒരു തോന്നല മനസ്സില്. ആ സമയം സേതു പല്ലവിയെ നോക്കി. ഇതേ ബുദ്ധിമുട്ട് തന്നെയാണ് സേതുവിനും ഉള്ളത്. പ്രതാപനും അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോഴേക്കും പ്രതാപം പറഞ്ഞു, എന്ത് ബുദ്ധിമുട്ട് വരാനാ പൂർണിമച്ചി, ഒരു ബുദ്ധിമുട്ടൊന്നും വരത്തില്ല എന്ന് പറയണം. പൂർണിമ പറഞ്ഞു, കുടുംബക്ഷേത്രത്തിൽ പോയി വഴിപാടുകളൊക്കെ നടത്തി കഴിഞ്ഞപ്പം മനസ്സിനൊരു സമാധാനം കിട്ടും, സന്തോഷം കിട്ടും എന്നൊക്കെ ഞാൻ വിചാരിച്ചിരുന്ന. പക്ഷെ എന്താണെന്ന് അറിയത്തില്ല, നിങ്ങള് ക്ഷേത്രത്തിൽ പോയി വന്നു കഴിഞ്ഞിട്ടും എന്റെ മനസ്സിനകത്തൊരു സമാധാനം വരുന്നില്ല. ഒരു ആപത്ത് സംഭവിക്കാൻ പോകുന്നതിന് മുമ്പ് നമ്മുടെ മനസ്സിലൊരു വല്ലാത്തൊരു ബുദ്ധിമുട്ടൊക്കെ തോന്നുകയല്ലേ. അപ്പൊ അതുപോലെ എന്തോ ഒന്ന് സംഭവിക്കുന്നുണ്ടെന്ന് പറയണം. അതൊക്കെ അമ്മയുടെ വെറുപ്പ് തോന്നലാന്ന് അല്ലേ പറയണം. പിന്നീട് പൂർണ്ണം പറഞ്ഞു, അതെ വാ, ആഹാരമൊക്കെ കഴിച്ചിട്ട് പോയാൽ മതി എന്ന് പറയണം. അത് കേട്ടപ്പോ സേതു പറഞ്ഞേ, ആഹാരം വേണ്ടമ്മേ, കാരണം അവിടെ ഇപ്പം കാത്തിരിക്കുന്നുണ്ടായിരിക്കും അമ്മ ഞങ്ങൾക്ക് വേണ്ടിയിട്ടേ. അപ്പം അമ്മ തന്നെയല്ലേ ഉള്ളൂ, അധികം രാത്രി ആകുന്നതിനും അങ്ങോട്ടേക്ക് ചെല്ലണമെന്ന് പറയാം. പൂർണ്ണം പറഞ്ഞു, അത് പറഞ്ഞിട്ട് കാര്യമില്ല, എന്തേലും കഴിച്ചിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ എന്ത് ചെയ്യുവാണ്, സേതുവിനും പല്ലവിക്കും വേണ്ടിയിട്ട് പൂർണ്ണിമ ചായ എടുക്കാനൊക്കെ ആയിട്ട് അടുക്കളയിലേക്ക് അങ്ങോട്ട് പോയി. ഈ സമയം ഇന്ദ്രൻ എന്ത് ചെയ്തു, ഇന്ദ്രൻ നേരെ പോകുന്നത് ലക്ഷ്മിയമ്മയുടെ അടുത്തേക്കാണ്. കാരണം ലക്ഷ്മിയമ്മ അവിടെ തനിച്ചോളെന്നുള്ള കാര്യം അറിയാം. പക്ഷെ ലക്ഷ്മിയമ്മ ഇതൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല. ലക്ഷ്മിയമ്മ വൈകുന്നേരം മൂന്തിക്ക് വിളക്ക് വെക്കണമല്ലോ. അങ്ങനെ ത്രിസന്ധിക്ക് വിളക്ക് വെക്കാനായിട്ട് വിളക്കൊക്കെ തൂത്തുടച്ച് വൃത്തിയാക്കുവാണ്. ഈ സമയത്താണ് അങ്ങോട്ടേക്ക് അവൻ ചെല്ലുന്നത് ഇന്ദ്രന്. കാരണം ഇന്ദ്രൻ ചെന്നാലും ഇന്ദ്രൻ അവിടെ കാത്തു നിന്നു. പെട്ടെന്ന് അങ്ങനെ ഇല്ലാതാക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇങ്ങനെ കാത്തിരിക്കണം, ഒരു അവസരം കിട്ടണമല്ലോ, അകത്ത് കയറണമല്ലോ. അങ്ങനെ ചില പ്ലാനുകളും പദ്ധതികളും ഒക്കെ നടത്തിയാണ് ഇന്ദ്രൻ അവിടെ നിൽക്കുന്നത്. ഒരു തെളിവ് അവശേഷിപ്പിക്കാതെ വേണം. കാരണം തെളിവുകൾ മൊത്തം സേതുവിനെതിരാവണം. ആ രീതി വേണം കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് എന്നൊരു ചിന്ത മാത്രമാണ് അവന്റെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ.
അങ്ങനെ ഇന്ദ്രൻ കാത്തിരിക്കുകയാണ്. ഇച്ചിരി അങ്ങടെ രാത്രിയാവട്ടെ, ഇവര് വിളക്ക് വെക്കട്ടെ, വിളക്കൊക്കെ വെച്ചിട്ട് വേണം എന്താ ചെയ്യേണ്ടത് തീരുമാനിക്കാൻ എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ വിചാരിക്കുക. അങ്ങനെ ഇന്ദ്രൻ അവിടെ മറിഞ്ഞു നിന്നു. ഉം. അകത്തേക്ക് കയറാനായിട്ട് പറ്റിയിട്ടില്ല ഇന്ദ്രന്. അങ്ങനെ പുറത്തിറങ്ങി വരും. ഇവര് ചിലപ്പോൾ തുളസിത്തറയില് തിരിവെക്കുമായിരിക്കും. അങ്ങനെ വരണ സമയത്ത് ഇവർക്കിട്ട് പണി കൊടുക്കാന്ന് വിചാരിച്ചിട്ടാണ് ഇന്ദ്രൻ അവിടെ മറിഞ്ഞിരിക്കുന്നത്. പക്ഷേ ലക്ഷ്മിയമ്മയോ അല്ലെങ്കിൽ സേതുവോ പല്ലവിയോ ഈ കാര്യങ്ങളൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല. ഇന്ദ്രൻ അങ്ങോട്ടേക്ക് ചെന്ന കാര്യമൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല. ഇതേ സമയത്ത് ലക്ഷ്മിയമ്മയ്ക്കല്ല, സേതുവിനും പല്ലവിക്കും ചായയൊക്കെ എടുത്തോണ്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ചായ എല്ലാം കുടിച്ച് കുറെ സമയം കൂടെ പൂർണിമയൊക്കെയായിട്ട് സംസാരിച്ചിരുന്നതിന് ശേഷമാണ് സേതുവും പല്ലവിയും കൂടെ തിരികെ വീട്ടിലേക്ക് പോകുന്നത്. ആ സമയത്ത് പ്രതാപന്റെ നെഞ്ചിനകത്തൊരു ഇടിപ്പുണ്ട്. ദൈവമേ, ഇനിയിപ്പം അവൻ പോയിട്ടുണ്ട്, ഇന്ദ്രൻ അങ്ങോട്ടേക്കായിരിക്കോ പോയിരിക്കുന്നേ. അങ്ങനെയാണെങ്കിൽ എന്തേലും സംഭവിക്കോ എന്നൊരു ഭയം ഉള്ളിലുണ്ടായിരുന്നു. ചിലപ്പോൾ അതിന് വഴിയുണ്ട്. അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോ പ്രതാപന്റെ ഉള്ള സമാധാനം പോയി. എങ്ങാനും ഇന്ദ്രൻ അങ്ങനെ എന്തേലും ചെയ്തിട്ടുണ്ടെങ്കിൽ, ലക്ഷ്മിയമ്മ എന്തേലും ചെയ്തിട്ടുണ്ടെങ്കിൽ താനും കൂടെ പ്രതിയാവോ? മിക്കവാറും താനും ഗൂഢാലോചന കേസിൽ അകത്താവോ എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുന്നുണ്ട്. അങ്ങനെയാണ് പണി പാളും. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഒരു നിമിഷം ഇങ്ങനെ ആലോചിക്കുകയാണ്. അതേസമയം അതിനേക്കാളും വലിയ ടെൻഷനിലായിരുന്നു വേണുവിന്റെ മനസ്സിലേക്ക് മയൂരിയുടെ വാക്കുകളായിരുന്നു മുഴങ്ങണേ. ഇങ്ങനെ അച്ഛൻ മുന്നോട്ട് പോകുന്നെങ്കിൽ ഞാൻ ചില തീരുമാനങ്ങളൊക്കെ എടുക്കും. എനിക്ക് എൻ്റെ അമ്മയുടെ കൂടെ പോകേണ്ടതായിട്ട് വരും. എനിക്ക് എൻ്റെ അച്ഛനോടൊപ്പം നിൽക്കാൻ പറ്റില്ല. കാരണം ഒന്നിനൊന്നിന് അച്ഛൻ്റെ സ്വഭാവം വളരെ ക്രൂരമായിക്കൊണ്ടിരിക്കുക. എൻ്റെ അമ്മ പാവ. എൻ്റെ അമ്മയുടെ അടുത്ത് ചെല്ലുമ്പോൾ ഒരു പോസിറ്റീവ് എനർജിയാണ് കിട്ടുന്നത്. പക്ഷെ അച്ഛൻ്റെ അടുത്ത് വരുമ്പോഴോ ഒരു നെഗറ്റീവ് എനർജി. അതൊക്കെ ഇങ്ങനെ മനസ്സിലേക്ക് വരുവാണ്. പിന്നീട് വേണുഗോപാൽ നല്ല സ്പീഡിൽ അങ്ങോട്ട് വണ്ടി ഓടിച്ചു പോകുന്നേ. കാരണം വേണുഗോപാലിന്റെ മനസ്സിലെ മയൂരിയുടെ വാക്കുകൾ ഒടുവിൽ തനിക്ക് ആരുമില്ലാതെ വരുവാണല്ലോ എന്നൊരു ചിന്ത. എന്തിനേറെ പറയുന്നു, ശൈലജയുടെ സ്വഭാവത്തിനേറെ മാറ്റം വന്നു. ശൈലജയ്ക്ക് പോലും ഇപ്പം കുറ്റബോധം തോന്നുന്നുണ്ട്. താൻ ലക്ഷ്മിയേട്ടത്തിയോട് ചെയ്ത് തെറ്റാണല്ലോ എന്നൊക്കെ. താൻ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു. ലക്ഷ്മി ആ വീട്ടിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷമാണ് ശൈലജയ്ക്ക് ആ ബുദ്ധിയും ബോധമൊക്കെ ഉദിക്കുന്നത്. ലക്ഷ്മി എത്ര പാവമായിരുന്നുള്ള കാര്യങ്ങളൊക്കെ. ഇവിടെ തെറ്റ് ചെയ്തതെന്ന് പറഞ്ഞാൽ ശൈലജയുടെ വേണുവിന്റെയൊക്കെ അമ്മയാണ്, മായാവതിയാണ്. അവർക്ക് വേണേ സത്യങ്ങളൊക്കെ തുറന്നു പറയായിരുന്നു. അവരതെല്ലാം മറച്ചു വെച്ചു. അതിപ്പോ ലക്ഷ്മിയമ്മയുടെ കുഴപ്പമില്ല. അതിപ്പോ വേണുവിന് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. പക്ഷേങ്കില് അതങ്ങ് പെട്ടെന്നങ്ങ് തുറന്ന് സമ്മതിക്കാനും പറ്റില്ലല്ലോ. മയൂരിയും കൂടെ പോയിട്ടുണ്ടെങ്കിൽ താൻ ഒറ്റപ്പെടൂലോ, താൻ തോറ്റുപോകുമല്ലോ എന്നൊരു ചിന്തയായിരുന്നു ആ സമയത്തല്ല വേണുവിന്റെ മനസ്സിൽ. അങ്ങനെ വേണു നല്ല സ്പീഡിൽ അങ്ങനെ കാർ ഓടിച്ചു പോവാണ്. മനസ്സിൽ വേറെ ഒന്നുമില്ല. കാരണം ശ്രദ്ധിക്കുന്ന പോലുമില്ല. അമ്മാതിരി സ്പീഡിലാണ് പോകുന്നത്. ഒന്ന് രണ്ട് വണ്ടിക്കാരൊക്കെ ചീത്ത പറഞ്ഞിട്ട് പോകുന്നുണ്ട്. വേണു അതൊന്നും കാര്യമാക്കില്ല. അതേസമയം സേതുവും പല്ലവിയും കൂടെ വീട്ടിലേക്ക് പോരുകയാണ്. പോരണ സമയത്താണ് സേതുവിന്റെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നത്. നോക്കിക്കഴിഞ്ഞപ്പോ പ്രതാപനെ വിളിക്കുന്നത്. പ്രതാപനങ്ങളാണല്ലോ. അതേ പല്ലവി, നീ കോൾ എടുക്ക്, ഞാൻ ഡ്രൈവ് ചെയ്യല്ലേ, എന്താന്ന് ചോദിക്കാൻ പറഞ്ഞു. അങ്ങനെ പല്ലവി കോൾ എടുത്തു. ഹലോ അങ്കിളേന്ന് പറയണ. അപ്പോഴേക്കും പ്രതാപന് മനസ്സിലായി പല്ലവി ആ കോൾ എടുത്തിരിക്കുന്നത്. ആ സമയം പ്രതാപൻ പറഞ്ഞു, അല്ല സേതു അരികിലുണ്ടോന്ന് ചോദിക്കണം. സേതുവേട്ടൻ ഡ്രൈവ് ചെയ്യാന്ന് പറയണം. അല്ല എന്താ പ്രതാപനങ്ങളെ വിളിച്ച കാര്യം എന്താ? കാരണം അപ്പോഴവിടുന്ന് പോന്നല്ലേ ഉള്ളൂ, ഇച്ചിരി സമയം ആയിട്ടുള്ളൂ. അപ്പോഴേക്കും പ്രതാപൻ പറഞ്ഞു, അതെ സേതുവിന് ഫോൺ കൊടുത്തേ, വന്നേ ഫോണിൽ ലൗഡ് സ്പീക്കർ ഇടാൻ പറയണം. ലൗഡ് സ്പീക്കറോ? അതെന്തിനാ അങ്കിളെ? അവനെനിക്ക് ചില കാര്യങ്ങളൊക്കെ പറയാനുണ്ടെന്ന് പറഞ്ഞു. പിന്നീട് പ്രതാപൻ പറഞ്ഞു, അതെ എത്രയും പെട്ടെന്ന് നീ വീട്ടിലേക്ക് ചെല്ലണം, ഒരു കൊലപാതകം നടക്കാൻ പോവാന്ന് പറയണം. കൊലപാതകോ? അതെ, ഇത് ഞാൻ തുറന്നു പറഞ്ഞില്ലെങ്കിൽ ചിലപ്പോൾ ഞാനും കൂടെ ഇതിനകത്ത് പ്രതിയാക്കപ്പെടും. അതുകൊണ്ടാണ് ഞാനിതൊക്കെ തുറന്നു പറയുന്നേ. എനിക്കൂടെ അതിനകത്ത് കൂട്ടുപ്രതി ചെയ്യാൻ പറ്റില്ലാത്തതുകൊണ്ടാ. എങ്ങനെ നീ അത് പോയി തടയണോന്ന് പറയണം. ഇത് കേട്ടപ്പോൾ സേതു ചോദിച്ചു, അല്ല അങ്ങൾ എന്തൊക്കെയാ പറയണേ? പിന്നീടാണ് ഇന്ദ്രനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറയണേ. ഇത് കേട്ടപ്പം സേതുവും പല്ലവി ഒരു നിമിഷം ഒന്നും ഞെട്ടിപ്പോയി. എന്റെ ഭഗവാനെ, അങ്ങനെയാണെങ്കിൽ അവൻ എന്തേലും കടുങ്കൈ ചെയ്തിട്ടുണ്ടായിരിക്കുമോ എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുവാണ്. പിന്നെ ഒന്നും നോക്കില്ല, വണ്ടി നല്ല സ്പീഡ് വിടുവാണ്. ആ സമയം പല്ലവി പറഞ്ഞൊരു കാര്യം ചെയ്യാം, ലക്ഷ്മിയമ്മയോട് വിളിച്ചിട്ട് പറയാം, സൂക്ഷിക്കാൻ പറയാം. ലക്ഷ്മിയമ്മയെ വിളിക്കാന്നും പറഞ്ഞുകൊണ്ട് ഫോൺ വിളിക്കുകയാണ്. പക്ഷെ ലക്ഷ്മിയമ്മ കോൾ എടുത്തില്ല. എങ്ങനെ എടുക്കാനാ? ലക്ഷ്മിയമ്മ ആ സമയത്ത് വിളക്ക് വെച്ച് പ്രാർത്ഥന കഴിഞ്ഞിട്ട് തുളസിത്തറയുടെ അങ്ങോട്ടേക്ക് വരുവാണ് തിരിവെക്കാനായിട്ട്. അങ്ങനെ തുളസിത്തറയുടെ അവിടെ വന്ന് തിരിവെച്ച് ഇങ്ങനെ പ്രാർത്ഥിക്കണ സമയത്ത് ഇന്ദ്രൻ അങ്ങോട്ട് പുറയിലേക്ക് വരുന്നേ. ഇന്ദ്രൻ പുറകെ വന്നിട്ടൊരു ഒരു കയറ് കിട്ടി, ഒരു ചടുണ്ടായിരുന്നു ഇന്ദ്രന്റെ കയ്യിൽ. അത് വെച്ച് ലക്ഷ്മിയമ്മയെ കൊല്ലാൻ, കുരുക്കിട്ട് കൊല്ലാനായിരുന്നു ഇന്ദ്രന്റെ പ്ലാന്. അങ്ങനെ ഇന്ദ്രൻ പുറയിലേക്ക് വരുന്നുണ്ട്. പക്ഷെ ഇതൊന്നും ലക്ഷ്മിയമ്മയോട്ട് അറിയുന്നുണ്ടായിരുന്നില്ല. ലക്ഷ്മിയമ്മ കണ്ണടച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുക. തന്റെ പുറയിൽ ഇന്ദ്രനൊന്നും വന്നു നിന്ന് അറിഞ്ഞു പോലുമില്ല. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാ കാണാൻ പോകുന്നത്. എന്താണെങ്കിലും അങ്ങനെ വന്ന് നിന്നാലും കൃത്യസമയത്ത് തന്നെ സേതു വരും. ഇന്ദ്രന്റെ ആ പ്ലാൻ നടക്കത്തില്ല.
കാരണം സേതു വന്ന് തന്റെ അമ്മയെ രക്ഷിക്കുക തന്നെ ചെയ്യും. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ കാണാൻ പോകുന്നത്. ഇതൊക്കെ അറിഞ്ഞാൽ പിന്നെ സേതുവിന് വെറുതെ ഇരിക്കാൻ പറ്റുമോ? വെറുതെ ഇരിക്കാൻ പറ്റൂല. ഇന്ദ്രനിട്ട് നല്ല പണി കൊടുക്കുക തന്നെ ചെയ്യും. ഇന്ദ്രന്റെ പ്ലാനൊക്കെ പൊളിയുകയും ചെയ്യും. അപ്പൊ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നോട് നിർത്തുന്നു. നന്ദി.